എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കനക ആകെ വിഷമത്തിലാണ്, ഭയങ്കര കരച്ചിലാണ്. നയനയുടെ കൈയും പിടിച്ച് നിന്ന് കരയുന്നുണ്ട്. മോളെ, ആദർശൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു തെറ്റ് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് കരഞ്ഞ് ആകെ വിഷമിച്ച് ഇങ്ങനെ കുനിഞ്ഞിരിക്കും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് നിൽപ്പുണ്ട് അഭി അടുത്ത് തന്നെ. പിന്നെ മുത്തശ്ശൻ്റെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം DNA ടെസ്റ്റ് റിസൾട്ടിൻ്റെയും കാര്യങ്ങളെല്ലാം പറയുന്ന ആദർശിനെയാണ് കാണിക്കുന്നത്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അന്ന് അവിടെ ആ സംഭവങ്ങൾ നടന്നപ്പോൾ തന്നെ ഇതെല്ലാം ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാണ്, അവനാണ് ഇതിൻ്റെ പിന്നിലെ സൂത്രധാരൻ എന്ന് എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മുത്തശ്ശൻ അതിൻ്റെ കൂടെ എടുത്ത് പറയുന്നുണ്ട്, ജലജയെ മുത്തശ്ശൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു ഇവിടുത്തെ ഒരു അംഗമായി തന്നെയാണ്, മകളെപ്പോലെ തന്നെയാണ് ജലജ വളർന്നു വന്നത്. അതുകൊണ്ട് അഭിയും ഇവിടുത്തെ കൊച്ചുമകനാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചേക്കുന്നത്. അവനൊരു അബദ്ധം പറ്റിയാലും ഈ വീടിനെ തന്നെയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ചന്തുമോളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അതുപോലെ നയനയുണ്ട് അവരുടെ കൂടെ. ആദർശം നയനയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശന് പെട്ടെന്ന് നെഞ്ചുവേദന വന്നിട്ടാന്ന് തോന്നുന്നു. നെഞ്ചിൽ കൈ ഞെക്കി പിടിച്ചുകൊണ്ട് പെട്ടെന്ന് കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. ആദർശം നയനെ ഓടി മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി ഗോവിന്ദിന് ഹാർട്ട് അറ്റാക്ക് വരും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്നതിന് മുത്തശ്ശനാണോ വരുന്നത് എന്നറിയില്ല. ഇതൊക്കെയാണ് പ്രമുഖ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.